ഇന്ന് നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയെ ഇറക്കി വിടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇത് നിങ്ങളുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാലം ഒരു ചക്രം പോലെയാണ്, ഇത് വീണ്ടും ആവർത്തിക്കും. കാരണം നിങ്ങൾ എന്തൊക്കെ സമ്പാദിക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങളുടെ മക്കൾക്കുള്ളത് തന്നെയാണ്. അപ്പൊ അവർക്ക് ആ സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവരും നിങ്ങളെ ഇതുപോലെ ഇറക്കി വിടുകയാണെങ്കിൽ അത് താങ്ങാനുള്ള മനസ്സ് നിങ്ങൾ ഇപ്പോൾ തന്നെ പാകപ്പെടുത്തിയിട്ട് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മേനെ ഇറക്കി വിടാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ അതെന്തായാലും നടക്കില്ല. അതിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസാണ് എന്തായാലും കേരള കൗമുദിയിൽ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. വീട്ടിൽ വൃദ്ധരെ സംരക്ഷിക്കാത്ത കൊച്ചുമക്കളെയും ഇറക്കി വിടാം. അതായത് നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ, വൃദ്ധസദനത്തിൽ ആക്കുന്നുണ്ടെങ്കിൽ, അത് അവരുടെ സമ്മതപ്രകാരം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള അനുമതി എന്തായാലും സുപ്രീം കോടതി അവർക്ക് കൊടുക്കും. അങ്ങനെ ഒരു ന്യൂസാണ് എന്തായാലും ഇന്ന് ഫ്രണ്ട് പേജിൽ ഉള്ളത്. വയോധികരായ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ മനസ്സില്ലാത്ത മക്കളെയും ചെറുമക്കളെയും വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാമെന്ന് സുപ്രീം കോടതി. അപ്പൊ അങ്ങനെ ഒരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വരാൻ കാരണം എന്താ വെച്ചാൽ ഡൽഹിയിലെ കൊച്ചുമകനും ഭാര്യയും കൂടി വയസ്സായ അമ്മൂമ്മേനെയും അപ്പൂപ്പനെയും വൃദ്ധസദനത്തിൽ നിർബന്ധിച്ച് കൊണ്ടാക്കി. അപ്പൊ അവര് കൊടുത്ത കേസിലാണ് ഇങ്ങനൊരു വിധി വന്നത്. ആദ്യം ഹൈക്കോടതി വിധിച്ചു ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോ കൊച്ചുമകളും മകനും എന്ത് ചെയ്തു, സുപ്രീം കോടതിയിലേക്ക് പോയി. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ ഇറങ്ങിപ്പോ, വയസ്സായവര് വീട്ടിലിരിക്കട്ടെ പറഞ്ഞിട്ട് എന്തായാലും വിധി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ന്യൂസാണ് എന്തായാലും ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തൊരു ന്യൂസാണ്, കാലവർഷം ഇപ്രാവശ്യം മഴയ്ക്ക് കുറവാത്ര, 23% മഴ കമ്മിയാത്ര. അപ്പൊ ശരിക്കും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിട്ടുണ്ടാവും? ഇത് കുറച്ച് മഴ പെയ്തിട്ടുള്ളൂ, വെറും 23%. 100% മഴ പെയ്താൽ എത്ര വെള്ളമായിരിക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുക? കേരളം മൊത്തത്തിൽ അങ്ങോട്ട് മുങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പൊ മഴക്കുറവ് കാരണം എന്തായാലും വേനൽക്കാലത്ത് വെള്ളം കിട്ടില്ല എന്നുള്ള ഒരു ന്യൂസും കൂടി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ ഓണം ആയില്ലേ, അപ്പൊ ഓണത്തിന് കേരളത്തില് അത്യാവശ്യം വിപണികളൊക്കെ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ബിസിനസ്സിൽ എക്സ്പോർട്ടിങ് ബിസിനസ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ കടൽ കടക്കാൻ കേരള വിപണിയിൽ നിന്ന് ന്യൂസാണ് തലക്കെട്ടോടെയാണ് കൊടുത്തിരിക്കുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് കയറ്റുമതി ഇന്ന് മുതൽ എന്തായാലും ഓണത്തിന് തുടങ്ങും. 107 രാജ്യങ്ങൾക്കാണ് കയറ്റുമതി എന്തായാലും കൊണ്ടുപോകുന്നത്. നമ്മുടെ ഈ പോർട്ടിൽ നിന്ന് 107 രാജ്യങ്ങൾക്ക് കപ്പൽ പോകേണ്ടതെന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 107 രാജ്യങ്ങൾക്ക് ചരക്ക് കപ്പൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അത് നമ്മൾ കേൾക്കാത്ത രാജ്യങ്ങളൊക്കെയാണ് കുറേയൊക്കെ. പോർച്ചുഗൽ, സ്പെയിൻ അതൊക്കെ നമുക്ക് കേട്ടുകേൾവിയുള്ളത് തന്നെയാണ്. ബാഴ്സലോണ, ഇറ്റലി ഒക്കെ നമുക്ക് അറിയുന്ന രാജ്യങ്ങൾ തന്നെയാണ്. പക്ഷെ കൊയ്ഗ, അബിഡ്ജാൻ, ടെമെ, ലോമെ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊന്നും ഞാൻ പേഴ്സണലി കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ രാജ്യങ്ങളിലേക്കൊക്കെ കേരളത്തിലെ വിപണി എത്തിക്കുന്നതാണ് പറയുന്നത്. പറയുക മാത്രമല്ല, ഇന്ന് അത് പുറപ്പെടുകയാണ്. 107 രാജ്യത്തേക്ക് എക്സ്പോർട്ടിങ് 107 ചരക്ക് കപ്പൽ പുറപ്പെടുകയാണ്. അപ്പൊ അത്രയും ചരക്ക് കപ്പൽ നിൽക്കാനുള്ള സ്ഥലം വിഴിഞ്ഞത്തുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി ഞാൻ വിഴിഞ്ഞം കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയും വലിയൊരു സെറ്റപ്പാണ് വിഴിഞ്ഞെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിക്കണത് തന്നെ. പിന്നെ അടുത്തൊരു കൗതുകപരമായിട്ടുള്ള ന്യൂസാണ്, പാലയിൽ ഒരു കള്ളൻ വീട്ടിൽ കക്കാൻ കയറി. പക്ഷെ അയാൾക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ആളൊരു പൂ പൊട്ടിച്ചിട്ട് വീട്ടിൻ്റെ മുന്നിൽ പൂവ് വെച്ചിട്ട് എന്തായാലും പോയിട്ട് ജനലൊക്കെ പൊളിച്ചിട്ട് കയറാൻ നോക്കിയതാണ്. പക്ഷെ ജനലൊന്നും പൊളിയാത്തതുകൊണ്ട് ഇരുമ്പ് കമ്പിയൊന്നും വളയാത്തതുകൊണ്ടും കള്ളൻ എന്തായാലും നിർത്തിയിട്ട് വീട്ടിൽ പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്നും എടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു പൂ മാത്രം പൊട്ടിച്ച് ഉമ്മർത്ത് വെച്ചിട്ട് എന്തായാലും കള്ളം പോയിട്ട് അങ്ങനെ ഒരു ന്യൂസും കൂടി കൊടുത്തിട്ടുണ്ട്. അടുത്ത ദീപികയിലുള്ള ഒരു ന്യൂസാണ്, നീറ്റ് പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ അടുത്ത നെറ്റിൻ്റെ പ്രശ്നം എന്തായാലും തുടങ്ങി, അതിൻ്റെ സമരം എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നീറ്റിൻ്റെ അത്ര ഒരു താല്പര്യം എന്തായാലും നെറ്റിൻ്റെ പ്രശ്നത്തിന് കാണിക്കുന്നില്ല. എന്തായാലും അതിൽ അടിമുടി പ്രശ്നമാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. 50 ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ടുണ്ട് പരീക്ഷ ക്രമക്കേടിൽ. അതുമാത്രമല്ല, ഞെട്ടി ഉണർന്ന് NDA എന്ന ഒരു തലക്കെട്ടോടെയാണ് ശരിക്കും പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. പ്രതിഷേധം കനത്ത് വരികയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അടുത്തൊരു മന്ത്രിയും കൂടി രാജിവെക്കാനുള്ള സമയമായി തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം കൂടി വരുന്നത്. ഇതിലും എന്തായാലും കോൺഗ്രസ്സുകാരുടെ പ്രഹസനം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. NDA തീരുമാനം വിദ്യാർത്ഥികളോടുള്ള അനീതി എന്ന രീതിയിൽ ഒരു തലക്കെട്ടോടെയാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി കൊടുത്തിരിക്കുന്നത്. UGC നെറ്റ് പരീക്ഷയിലെ പിഴവിനെ തുടർന്ന് 3 പേപ്പറുകൾ റദ്ദാക്കിയതിനാൽ കേന്ദ്ര സർക്കാരിനെ പ്രധാനമന്ത്രി രൂക്ഷമായി വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് എത്തി എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. NDA കേസ് അന്വേഷണം കൊണ്ടല്ല എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞത്. പിന്നെ NDA എന്തിനാ രാഹുൽ ഗാന്ധി കുറ്റം പറയണമെന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ മലയാളികളെ കേരളത്തിനെ കേരളം എന്ന് പറയാറുള്ളൂ. അത്യാവശ്യം നോർത്ത് ഇന്ത്യൻസ് ഒന്നും കേരളം എന്നുള്ള സ്റ്റേറ്റ് ഉണ്ട് എന്നും കൂടി ചിലവർക്ക് അറിയില്ല.
മിക്കവരും മദ്രാശി എന്ന് മാത്രമേ പറയാറുള്ളൂ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും. അപ്പൊ കേരളത്തിന്റെ പേര് കേരളം എന്നുള്ള രീതിയിൽ തന്നെ ഇംഗ്ലീഷിൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചതിന്റെ ബില്ല് എന്തായാലും രാഷ്ട്രപതി ഒപ്പിട്ടു എന്നുള്ള ഒരു ന്യൂസ് എന്തായാലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ ഇനി വെറും കേരള എന്ന് എഴുതില്ല, കേരളം എന്ന് തന്നെ കറക്റ്റ് ആയിട്ട് എഴുതും. മാതൃഭൂമി പത്രത്തിൽ തുടങ്ങുമ്പോൾ തന്നെ iPhone 17 Pro എന്തായാലും 4000 രൂപയ്ക്ക് നിങ്ങൾക്ക് EMI എടുക്കാന്നുള്ള രീതിയിലുള്ള ഒരു പരസ്യമാണ് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഫ്രണ്ട് പേജ് മെയിൻ ന്യൂസ് ഉണ്ട്. ഇതൊന്നും നമ്മളെ സാധാ ന്യൂസ് കേരളത്തിൽ പറയില്ല. 254 തീവ്രവാദികളെ ഇന്നലെ പോലീസ് പൊക്കി. ആഗസ്റ്റ് 15 ഇന്ത്യയിലുള്ള മിക്ക സംസ്ഥാനത്തിലും ബോംബ് പൊട്ടിക്കാനായിരുന്നു മുസ്ലിം തീവ്രവാദികളുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. അതെന്തായാലും അവരുടെ പൊളിഞ്ഞ് 254 പേരെയാണ് ശരിക്കും ഭീകരരെ അറസ്റ്റ് ചെയ്തത്. ഒക്കെ പാകിസ്ഥാൻ ഭീകരരുടെ കൂട്ടത്തിൽ, ഈ പാകിസ്ഥാൻ ഭീകരരുടെ കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. കൂടുതൽ UP-യിലുള്ള ആൾക്കാരെയാണ് കൂടുതൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 62 ഭീകരവാദികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ കേരളത്തിൽ മലയാളിയായ 2 ഭീകരവാദികളെയും കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് ബോംബുകൾ, ഗ്രനേഡ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോരോ സംസ്ഥാനത്ത് നിന്ന് എത്ര പേരെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ള ലിസ്റ്റ് അടക്കം കൊടുത്തിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ നിന്ന് 62 പേര്, ഹരിയാനയിൽ നിന്ന് 52 പേര്, ഡൽഹിയിൽ നിന്ന് 51 പേര്, പഞ്ചാബ് 44, രാജസ്ഥാൻ 15, മഹാരാഷ്ട്ര 8, ജാർഖണ്ഡ് 5, കർണാടക 3, ഗുജറാത്ത് 3, തെലുങ്കാന 2, ജമ്മു കാശ്മീർ 2, കേരളം 2. നോക്ക്, അപ്പൊ എത്രമാത്രം ഭീകരവാദികളെയാണ് ശരിക്കും പറഞ്ഞാൽ വാർത്തെടുക്കണത് എന്നുള്ളത് നമുക്ക് പേടി തോന്നുന്ന കാര്യമാണ്. ഇപ്പൊ എങ്ങാനും ഇത് ആഗസ്റ്റ് 15 ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും പൊട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഇപ്പൊ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ജാർഖണ്ഡിലെ മറ്റേ സമരം നടക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ആ ജാർഖണ്ഡിലെ സമരം നടക്കുമ്പോൾ പോലീസുകാരും വെടിതീർത്തതൊക്കെ എല്ലാവർക്കും അറിയുമല്ലോ. അപ്പൊ ജാർഖണ്ഡിലെ സമരം എന്തായാലും വിജയിച്ചിട്ടുണ്ട്. 2014 മുതലുള്ള ക്രമക്കേടുകൾ CIT അന്വേഷിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നീറ്റ് ചോദ്യപേപ്പർ പരീക്ഷയിൽ എന്തായാലും മുട്ടുമടക്കി ജാർഖണ്ഡ് സർക്കാർ എന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. പാറ്റ സമരത്തിന് തൊട്ട് പിന്നാലെയാണ് ജാർഖണ്ഡിൽ സമരം തുടങ്ങിയത്. പരീക്ഷ നടത്തിയപ്പോൾ സുതാര്യത ആവശ്യപ്പെട്ട് 24 ദിവസമായി റാഞ്ചിയിലെ ഉദ്യോഗാർത്ഥികൾ പ്രക്ഷോഭത്തിലായിരുന്നു എന്നൊരു ന്യൂസാണ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് BJPന്റെ ദേശീയ സെക്രട്ടറിമാരായിട്ട് K സുരേന്ദ്രനെയും അനിൽ ആന്റണിയെയും തെരഞ്ഞെടുത്തു എന്നുള്ള ഒരു ന്യൂസ് എന്തായാലും മാതൃഭൂമിയിലെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത സ്വർണ്ണ വിലയാണ്. സ്വർണത്തിന് ഇന്നലെ 400 രൂപ കൂടിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ പവന് 1,14,000 രൂപയായി എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇത് ഇന്നലത്തെ ന്യൂസാണ്. ഇന്ന് എന്തായാലും അതിന് വ്യത്യാസം വരും. ചിങ്ങമാസത്തിൽ പൊതുവേ സ്വർണത്തിന് വില കൂടുക ചെയ്യാം. പിന്നെ കന്നിമാസം കഴിയണം, എന്നാൽ മാത്രമേ സ്വർണത്തിന് എന്തായാലും താഴുള്ളൂ. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും ചിങ്ങത്തിനൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പോവും. അപ്പൊ ഈ മാസം സ്വർണത്തിന് എന്തായാലും നല്ല രീതിയിൽ വില കൂടുന്നുള്ളത് നമുക്ക് ഇതെന്ന് എന്തായാലും മനസ്സിലാവുന്നുണ്ട്. അതുമാത്രമല്ല ഈ ആഴ്ച 6 IPO കൂടി എന്തായാലും തുറക്കാൻ പോവുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് IPOകൾ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. ഒറൈസൺ ഇൻഡസ്ട്രിയൽ പാർക്കിന്റെ 2600 കോടിയുടെ IPO ആണ് ഇതിൽ ഏറ്റവും വലുതായിട്ട് ഉള്ളത്. 10 രൂപയുടെ ഓഹരിക്ക് 57 രൂപ മുതൽ 60 രൂപ വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നെ ലളിത ജ്വല്ലറിന്റെ IPO കൂടി തുറക്കുന്നുണ്ട്. കൂടുതലും ജ്വല്ലറി തന്നെ തോന്നുന്നു. ശങ്കേഷ് ജ്വല്ലറിന്റെ IPO കൂടി തുടങ്ങുന്നുണ്ട്. പിന്നെ സൺഷൈൻ പിക്ചേഴ്സിന്റെ IPO കൂടി എന്തായാലും തുടങ്ങുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതൊക്കെ ഭാവിയിൽ നല്ല രീതിയിൽ വളരാൻ പോകുന്ന ഒരു IPO ആണെന്നുള്ളത് നമുക്ക് ഇത് തന്നെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ IPO ഇപ്പൊ തന്നെ വാങ്ങി വെക്കുക. ഇപ്പോഴാണെങ്കിൽ IPO ചെറിയ പേഴ്സ് എടുക്കണ പൈസയും കൊണ്ട് വാങ്ങാൻ പറ്റും. ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ അവസ്ഥയൊന്നും നമുക്കറിയില്ല. വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ടോപ്പ് നോച്ച് കമ്പനിയിലായിട്ട് ഇതൊക്കെ വളരാം. അപ്പോൾ നിങ്ങൾ നല്ല കോടീശ്വരന്മാരാവുകയും ചെയ്യും. ഓണത്തിന് എന്തായാലും ഇരുചക്ര വാഹനത്തിന് നല്ല സെയിലാണ് എന്നുള്ള ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇരുചക്ര വാഹന വിപണിയിൽ ഓണപ്പാച്ചിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രതീക്ഷിക്കുന്നത് 80,000 യൂണിറ്റുകളുടെ വിൽപ്പന എന്ന രീതിയിലും കൊടുത്തിട്ടുണ്ട്. ഫാമിലി മാനായ സ്കൂട്ടർ എന്നാണ് പറയുന്നത്. ശരി, ഇപ്പോൾ ഒരു സ്കൂട്ടർ ഉണ്ടെങ്കിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു മക്കൾക്ക് പോവാനുള്ള ഒരു ഇരുചക്ര വാഹനമായിട്ട് ഇപ്പൊ അതെന്തായാലും നല്ല രീതിയിൽ തന്നെ കൂട്ടുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ തന്നെ ഓഫറുകളും കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇലക്ട്രിക് സ്കൂട്ടർ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിന് ടാക്സ് നല്ല രീതിയിൽ കമ്മിയുണ്ട്. പിന്നെ അടുത്ത സ്പോർട്സ് ന്യൂസ് ആണ്. ഒന്നാം ടെസ്റ്റിൽ ലങ്കയ്ക്കെതിരെ ഇന്ത്യക്ക് എന്തായാലും 108 റൺസ് ലീഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ എന്തായാലും ടെസ്റ്റിൽ എന്തായാലും നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യേണ്ടത്. അതുമാത്രമല്ല മാനവിന് 4 വിക്കറ്റും കിട്ടിയിട്ടുണ്ട്. സോനൽ ദിനുഷയ്ക്ക് എന്തായാലും സെഞ്ചുറിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അടുത്തത് എന്താവും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എൻ്റെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ഒരു ബൗളർ എന്ന് പറയാൻ മുത്തയ്യ മുരളീധരനായിരുന്നു. അങ്ങനെയാണ് ഓർമ്മ.
ഇന്ത്യയിലാണെങ്കിൽ ആശിഷ് നെഹ്റയാണ് ഏറ്റവും കൂടുതൽ ബൗളിംഗ് സ്പീഡ് ഉണ്ടായിരുന്നതാണ് എനിക്കൊരു ഓർമ്മ. 153 km/h സ്പീഡിൽ ആശിഷ് നെഹ്റ ബൗൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു ന്യൂസ് എന്താ വെച്ചാൽ ജഡേജ 350 വിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ടെസ്റ്റിൽ മാത്രം 350 വിക്കറ്റ് എന്തായാലും ജഡേജ കരസ്ഥമാക്കി എന്നുള്ള ഒരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. 5ാം സ്ഥാനത്താണ് ജഡേജ വന്നിരിക്കുന്നത്. ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയിരിക്കുന്ന അനിൽ കുംബ്ലെയാണ്. 619 വിക്കറ്റ് എന്തായാലും എടുത്തിട്ടുണ്ട്. പിന്നെ അശ്വിനാണ് 537. പിന്നെ നമ്മുടെ പഴയ കളിക്കാരൻ കപിൽ ദേവാണ് 434 വിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. കപിൽ ദേവിന്റെ കളിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ അവരൊക്കെ 1990 ആകുമ്പോഴേക്കും അത്യാവശ്യം വിരമിച്ചല്ലോ. നമ്മളൊക്കെ അതിന് ശേഷം സച്ചിന്റെ കാലഘട്ടത്തൊക്കെ അല്ലേ നമ്മൾ കണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാ പേപ്പറിലും ഒരു പരസ്യമുണ്ട്. ബോച്ചന് എന്തായാലും ഒരു സ്വർണ്ണക്കട ഷോറൂം പാലയിൽ ആരംഭിക്കുകയാണ്, ബോബി ചെമ്മണ്ണൂരിൻ്റെ. അപ്പം അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് സ്വാസികയും നമ്മുടെ MLA ആയ മാണി സി കാപ്പനും വരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസ് എല്ലാ പേപ്പറിലും തന്നെ ഉണ്ട്. ഇന്നല്ല, നാളെ രാവിലെ 10:30-ക്കാണ് ഉദ്ഘാടനം. അപ്പം നിങ്ങൾക്ക് എന്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും അതിൽ സമ്മാനങ്ങളും ഉണ്ട് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സ്വർണ്ണ ബിസ്ക്കറ്റ് കിട്ടാൻ സ്കാൻ ചെയ്യാനുള്ള ഒരു സ്കാനറൊക്കെ എന്തായാലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു സാഡ് ന്യൂസ് ഉണ്ട്. പാവറട്ടിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു അത്ര. അത് ചെറിയ രീതിയിലൊന്നുമല്ല. 46 വയസ്സായ ബെൻഹർ പറഞ്ഞ ഒരുത്തനാണ് അമ്മയെ കൊന്നത്. അമ്മയുടെ പേര് ഡോളി എന്നാണ്. അപ്പോൾ അവർ ചെയ്തിരിക്കണത് എന്താ വെച്ചാൽ മകൻ അമ്മയുടെ പിറകിൽ വന്നിട്ട് അമ്മയുടെ കഴുത്ത് ആദ്യം അറുത്തെടുത്തിട്ട് ആ തല മടാളും കൊണ്ട് വെട്ടി കഷ്ണമാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര ക്രൂരായിട്ടുള്ള ഒരു മരണം തന്നെയാണ് അത്. ലഹരിക്ക് അടിമയാണ് മകൻ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത്. വേറെ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഹോളിവുഡ് നടി എയ്ഡൻ പാനറ്റിയറിനെ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. സ്ക്രീം പറഞ്ഞ ഹോളിവുഡ് സിനിമയുണ്ട്, അത് നല്ല ഫേമസ്. അവർ അഭിനയിച്ച ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമ അതാണ്. ഹൊറർ സിനിമയാണ്. അപ്പം അതിലത്തെ നായികയായ എയ്ഡൻ പാനറ്റിയർ ഇന്നലെ മരിച്ചു. 36 വയസ്സേ ഉള്ളൂ. എന്താ സംഭവിച്ചതെന്നുള്ള ആർക്കും അറിയില്ല. പെട്ടെന്ന് മരിച്ച നിലയിൽ കാണുകയാണ്. ഡോക്ടർമാർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്താ കാരണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് എന്തായാലും കൊടുത്തിട്ടുണ്ട്. നിന്ന നിൽപ്പിലൊക്കെയാണ് ആൾക്കാർ മരിക്കുന്നത്. അവർക്ക് പണമുണ്ട്, പവറുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല ഫിറ്റ്നസ് നോക്കണ ഒരാളാണ്. എന്നിട്ടും കൂടി ഒറ്റയടിക്ക് നിന്ന നിൽപ്പിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ദുരൂഹതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദുരൂഹത ഒന്നും കാണുന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ന്യൂസുകളൊക്കെ ഇന്ന് പേപ്പറിലുള്ളത്. അപ്പോൾ പത്രവാർത്താസിൽ നാളെ വീണ്ടും കാണാം. ക്യാമറമാൻ ലെബിൻ്റെ ഒപ്പം സുമിത്ത്.